സാധാരണ നൈറ്റ് ഒന്നും ഫുഡ് കഴിക്കണ നേരത്ത് വിശപ്പില്ലാത്തോണ്ട് തന്നെ ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം കിടന്നുട്ടാ. പക്ഷെ ഒരു 11 മണി കഴിഞ്ഞപ്പോ എവിടുന്ന ഈ വിശപ്പ് വന്നെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല കേട്ടാ. എന്തോ ഭാഗ്യത്തിന് ഇതേ രാവിലത്തെ ചോറും കറിയും ഒക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിൻഷേട്ടൻ തണവ് പോലും വിടാൻ നിന്നില്ല. അങ്ങനെ എല്ലാതും ഇതേ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ വിൻഷേട്ടൻ. ഒപ്പം ക്യാമറ ഗേളായ ഞാനും ഉണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്കാട്ടാ ബീഫ് അച്ചാറ് കണ്ണപ്പെട്ടത്. അപ്പൊ അതൊന്നും ഞങ്ങള് കുറച്ചെടുത്തു. ഒന്നിനൊരു കുറവ് വരുത്താൻ പാടില്ലല്ലോ. അങ്ങനെ അതേ ചോറും കറിയും വെള്ളരിക്കും തക്കാളി മുരിങ്ങക്കായ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു കറിയായിരുന്നു കേട്ടോ. അതും പിന്നെ മുളക് വറുത്തതും ബീഫ് അച്ചാറും ഇത് കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന്റെയൊക്കെ കൂടിയിട്ടുള്ള സ്മെല്ലും ഇങ്ങോട്ട് വന്നപ്പോ ഒരു ഷവായ മന്തി കഴിച്ച ഫീലായിരുന്നു കേട്ടോ എനിക്ക്. ആദ്യത്തെ ഉരുളത് വിൻഷേട്ടൻ കഴിക്കണേക്ക് മുന്നേ ഞാൻ വേഗം പോയിരുന്നിട്ട് വേഗം വാ പൊളിച്ചു കൊടുത്തു കേട്ടോ വിൻഷേട്ടൻ. ആദ്യത്തെ ഉരുള എനിക്ക് തന്നെ തന്നു. പിന്നെ നമ്മുടെ തേജപ്പൻ അവന് പിന്നെ നമ്മള് ഒരു 7-8 മണിയാകുമ്പോൾ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ മുക്കിൽ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതുപോലെ രാത്രി ഫുഡൊന്നും കഴിക്കാണ്ട് ജാട പിടിച്ച് കിടന്നിട്ട് ഒരു സമയം കഴിഞ്ഞാൽ വിശക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടോളോട്ടോ. ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെ തടി കുറയ്ക്കാനാ? ഇതിൽ കൂടുതൽ ചോറ് ഞാനായിട്ട് കഴിച്ചിട്ടുള്ളത്. കാരണം വിൻഷേട്ടൻ ഇങ്ങനെ വാരി തരണോണ്ടാ തോന്നുന്നു നമുക്ക് നല്ല ടേസ്റ്റ് തോന്നിയിട്ടാ. എനിക്ക് തോന്നുന്നു നമ്മൾ സ്വയം വാരി കഴിക്കണേക്കാൻ ടേസ്റ്റ് മറ്റൊരാൾ നമുക്ക് വാരി തരുമ്പോ ഒരു പ്രത്യേകത ടേസ്റ്റ് ഉണ്ട് നാട്ട. സത്യം പറഞ്ഞാൽ വിൻഷേട്ടന് കിട്ടിയത് വെള്ളരിക്കയുടെ തോലും മുരിങ്ങക്കായും മുളക് വറുത്തതും മാത്രാട്ടോ. അങ്ങനെ അതെ എനിക്ക് ഫുഡ് കഴിച്ചപ്പോ തന്നെ ഇതൊരു ഗർഭിണിയുടെ ലുക്കായി മാറിയിട്ടാ. ഇതാണ് എന്റെ പ്രശ്നം. കുറച്ച് ഫുഡ് കഴിച്ച അപ്പൊ തന്നെ എനിക്ക് പെട്ടെന്ന് വയറ് ചാടും. നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ഇട്ടോളോട്ടോ. അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ബൈ.